ഗായ്സ്, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. പാലക്കാട് ചൂട് എല്ലാവർക്കും അറിയാലോ അല്ലേ. ഞാനിന്ന് വണ്ടിയില്ലാത്തതുകൊണ്ട് കുട്ടീനെ സ്കൂൾക്ക് വിളിക്കാൻ നടന്നു പോവാണ് കേട്ടോ. ചൂട് എന്ന് പറഞ്ഞാലും പോരാ, തീ ഇങ്ങോട്ട് വാരി കൂട്ടുകയാണ്. പാലക്കാട് ജീവിക്കുന്നവർക്ക് അറിയാം കേട്ടോ, ചൂട് അമ്മാതിരി ചൂടാണ് ഇവിടെ. എന്തായാലും കുട പിടിച്ച് മെല്ലെ അങ്ങോട്ട് നടന്നൊക്കെ പോകുന്നുണ്ട്. പാലക്കാട് ചൂടനുഭവിക്കുന്നവർക്ക് ഒരു ഹായൊക്കെ പറഞ്ഞു പോവാട്ടോ. തണൽ തരാൻ അവിടെ ഇവിടെ ആ വലിയ ആൽവൃക്ഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെതാ ചൂട് കണ്ടില്ലേ നിങ്ങൾ. ഞങ്ങളവിടെ ഒരു ഒഴിഞ്ഞ വഴിയാണ്, ഇങ്ങനെ സമാധാനമായി പോവാം. പക്ഷെ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. നടക്കാൻ ഇങ്ങനെ വൈകുന്നേരം കുട്ടികൾക്ക് നടക്കാനും കളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. എന്തായാലും വണ്ടി പോകുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വഴിയൊന്നും കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞങ്ങളുടെ വഴിയൊക്കെ ഷൂട്ട് ചെയ്തും കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് പോവാം. അപ്പോൾ ആരും മറക്കരുത് കേട്ടോ, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുക കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറച്ച് തണലും കുറച്ച് വെയിലൊക്കെയാണ് കേട്ടോ. ഈ കുറച്ച് തണൽ വരുമ്പോൾ എന്തൊരു ആശ്വാസമാണ്. പിന്നെ ഇവിടെ പറയുമ്പോൾ നിറച്ച് മയിലുകളുണ്ടാവും, ഏത് സമയത്തും നിറച്ച് മയിലുകൾ ഒരു കൂട്ടത്തോടെ ഉണ്ടാവും കേട്ടോ. പിന്നെ മയിലുകൾ മാത്രമല്ല, പാമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു ദിവസം ഞാൻ വണ്ടിയിൽ വരുമ്പോൾ വണ്ടീൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് കയറി, അത് വലിയ പാമ്പ്. ഈ റോഡ് ഫുള്ള് അങ്ങോട്ട് ഉണ്ട് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് വണ്ടിയിൽ അങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞു. പേടിച്ചിട്ട് കാലൊക്കെ പൊക്കി കുറേ അങ്ങോട്ട് ദൂരെ പോയിട്ടാണ് കാലിറക്കിയിരിക്കണോ. അങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങളാണ് കൂടുതൽ. പക്ഷെ രാത്രി സമയങ്ങളിൽ ഉറപ്പാണ് കേട്ടോ അവിടെ പാമ്പുള്ളത്. പിന്നെ ഇവിടെ ജീവിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. ഈ വെയിലാകുമ്പോൾ മാത്രമേ ഇത്ര പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ എവിടെ നിന്ന് ആര് വന്നാലും അവർക്ക് ഈ ഏരിയ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഗായ്സ്, നിങ്ങൾക്കൊക്കെ സുഖമല്ലേ? നിങ്ങൾക്ക് ഏത് നാട്ടിലാണ് എവിടെ നിന്നാണ് നോക്കണത് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കും കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വീട് വയ്ക്കുന്ന സമയത്ത് ഇവിടെ വീടൊന്നുമില്ല കേട്ടോ. ഇപ്പം നിറച്ച വീടുകളായി. 10 വർഷമായി ഞങ്ങൾ ഈ ഏരിയയിൽ. പക്ഷെ അപ്പം ഒന്നും വീടുകളുണ്ടായില്ല. ഇപ്പം ഇങ്ങനെ ഓരോരോ വീടുകൾ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. ഇതൊരു കുളമാണ് കേട്ടോ ഈ കാണുന്നത്. പക്ഷെ കുളത്തിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല, മഴക്കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വെള്ളമൊന്നുമില്ല. പിന്നെ ഈ വീടുകളൊക്കെ ഇപ്പോൾ വന്ന വീടുകളാണ്. പിന്നെ ഇവിടെ കണ്ടോ നിറയെ ഫ്ലോട്ട് പിരിച്ചിട്ടിട്ടുണ്ട്, നിറയെ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആ കുറ്റികൾ കാണില്ലേ, ഇതൊക്കെ ഒരുപാട് ആൾക്കാർ വാങ്ങിച്ച സ്ഥലമാണ്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഓരോ വീടുകളൊക്കെ വന്നാൽ നല്ല അടിപൊളി സ്ഥലമാവും കേട്ടോ. നിറച്ച വീടുകളൊക്കെ വന്നാൽ എൻ്റെ അതോ കുട പിടിച്ചിട്ടൊന്നും കാര്യമില്ല, അത്രക്ക് തീയാണ്. ഇങ്ങനെ ഒരു സമാധാനം ഒരു ആശ്വാസത്തിന് ഇത്തിരി കുട പിടിച്ച് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇത്തിരി തണുപ്പുണ്ട്. എന്ന് വെച്ചാൽ 2 മരം ഉണ്ടല്ലോ, അതുകൊണ്ട് ഉള്ളത് വലിയ ചൂടറിയില്ല. വീടെത്തി കേട്ടോ. വീടെത്തി, ഒരു റോസൊക്കെ അങ്ങോട്ട് എത്തി നോക്കുന്നുണ്ട് നമ്മളെ വരവേൽക്കാൻ. വീടെത്തി കേട്ടോ, എൻ്റെ വീട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.